നാളെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. എങ്കിലും എത്രയോ വ്യക്തികൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടായി. ദൈവത്തിന്റെ കരുണയാൽ നമ്മെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ കരുണയാൽ ദൈവം നമ്മെ പരിപാലിച്ചു. ഇത്രത്തോളം നമ്മെ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതേ മക്കളെ, വഴുതിടാതെ അവൻ നമ്മെ കാത്തു. വഴുതി പോകാതെ കർത്താവ് നമ്മെ കാത്തു. അവന്റെ കരങ്ങളിൽ നമ്മെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ദൈവത്തിന്റെ കരുണയാൽ മാത്രമാണ് ദൈവമക്കളെ ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അതിനൊരു നന്ദി നമ്മൾ എപ്പോഴും കൊടുക്കണം. നമ്മുടെ കാലിക്കറ്റ് ജോസഫ് ബാസ് എപ്പോഴും തന്റെ പ്രസംഗത്തിലായാലും പ്രാർത്ഥനയിലായാലും താൻ പറയുന്നൊരു ആരുണ്ട്, നന്ദി കർത്താവേ, നന്ദി കർത്താവേ എന്ന് പറഞ്ഞു. എല്ലാം ഓരോ കാര്യങ്ങള് താൻ ഓർത്തിട്ട്, കഴിഞ്ഞ കാര്യങ്ങളിലുണ്ടായ അനുഭവങ്ങളെല്ലാം ഓർത്തിട്ട് താൻ പറയും, നന്ദി കർത്താവേ നന്ദി. നമുക്ക് ദൈവത്തിന് നന്ദി കൊടുക്കുക അല്ലാതെ മറ്റൊന്നുമില്ല. ഇന്നയോളം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ. അതുകൊണ്ട് നന്ദി അവന് കൊടുക്കണം. നമ്മെ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. നമ്മെ പരിപാലിച്ചിരിക്കുന്ന കർത്താവിന്റെ കരുണയാണ്. നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. ഈ 2022 പ്രാരംഭപ്പെട്ട വ്യക്തികൾ, എത്ര വ്യക്തികൾ ഇന്നില്ല, ഭൂമിയിലില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ, നൂറുകണക്കിന് ജനങ്ങൾ കടന്നുപോയി. നമ്മുടെ കൂടെ സഹിച്ച് ആരാധിച്ച വ്യക്തികൾ പലരും പോയില്ലേ? നമ്മുടെ സമപ്രായക്കാരായിട്ട് വ്യക്തികൾ അനേകം ലോകത്തിൽ വിട്ട് പോയില്ലേ? എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ നമ്മെ ദൈവം കാത്തിരിക്കുന്നല്ലോ. അവന്റെ വലിയ കരുണ, സ്നേഹമാണ്. അതിൽ നമുക്ക് നന്ദി ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രത്യാശയെ മുറുകെ പിടിച്ച് ജീവിക്കണം. വിശുദ്ധന്മാർ പോയ പാത അത് കഷ്ടതയുടെ പാതയാണ്, ഞെരുക്കത്തിന്റെ പാതയാണ്, നിന്ദയുടെയും പരിഹാസത്തിന്റെ പാതയാണ്. എത്രയോ പഴയ അപ്പച്ചന്മാരെ എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഏതെല്ലാം പോരാട്ടങ്ങളിൽ കൂടെ ഈ മാർഗത്തിൽ എന്റെ ഓർമ്മ ശരിയായ ആ സമയം മുതൽ ചിന്തിച്ചാൽ, ദൈവത്തിന്റെ സ്തോത്രം, ഏതെല്ലാം പാതയിൽ കൂടെ നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയി. സത്യത്തിൽ നിലനിന്നു, വിശ്വാസത്തിൽ നിലനിന്നു. ഏതെല്ലാം പ്രതികൂലങ്ങൾ, ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ ഏൽക്കേണ്ടി വന്നു. പറഞ്ഞല്ലോ, ഇവിടെ അമ്മച്ചി സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, പിതാവ് ട്രാക്ടറായി പോകുമ്പോൾ മുഖത്ത് നോക്കി ആക്ഷേപിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. മറുപടി ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. അവർ ചിരിച്ചോണ്ടിരിക്കും. കർത്താവ് നോക്കും. അവർ പിന്നീടാണ് അവർ വന്നിട്ടാണ് ക്ഷമ ചോദിക്കുകയാണ്, അയ്യോ പറഞ്ഞു പോയി, ക്ഷമിക്കണമെന്ന്. എന്നാൽ നമ്മൾ തിരിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലോ? അതല്ല, ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് മൗനമായി ദൈവം എന്ന് അറിയുന്നത്. പ്രതികാരം ഉപയോഗിക്കുന്നത് അവൻ പറഞ്ഞിട്ടും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, പഴയ പാത അതാണ്, പഴയ സ്വഭാവം അതാണ്, പഴയ അനുഭവങ്ങൾ അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പഴയ ജീവിതത്തെ നമ്മൾ നോക്കണം. പിതാക്കന്മാർ കാണിച്ച പാതകളെ നമ്മൾ ഓർക്കണം. അവർ പോയ വഴികളെ നമ്മൾ ചിന്തിക്കണം. പട്ടിണിയുടെ പാത, ഞെരുക്കത്തിന്റെ പാത, പ്രതികൂലത്തിന്റെ പാത. ദൈവമക്കളെ, എല്ലാ പാതയിൽ കൂടെ കടന്നുപോയെങ്കിലും ഈ മാർഗം വിട്ടൊരിക്കലും പുറകോട്ട് പോയില്ല. അതാണ് അതിന്റെ ശ്രേഷ്ഠത. ദൈവത്തിന്റെ സ്തോത്രം. ഞാനൊരു ചില സുവിശേഷങ്ങളൊക്കെ അതിന്റെ ആരംഭഘട്ടത്തിലുള്ള അതുപോലെ കണ്ടിട്ടുണ്ട്. അവർ ശിക്ഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാനില്ല. തിരിച്ചു വന്നിട്ട് ഫെയ്ത്തോമിന് ഒന്നും കിട്ടാനില്ല. നേരെ വന്നതിന് ശേഷം അവർ പായും വിടകാൽ മടക്കി, വയറ്റിലൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു പില്ലോ എടുത്ത് ഒരു ഇതാണ് വയറ്റിലോട് വെച്ച് കവന്ന് കിടന്നിട്ട് വിലപിടിക്കും. അങ്ങനെ ഉണ്ടാക്കിയ വേദിയാ ദൈവമക്കൾ വേല. ഞാൻ കർത്താവ് വേലക്കാരോടെല്ലാം പറയാറുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയ വേദിയാണ് നമ്മുടെ വേല. പക്ഷിയുടെ വേല, കക്ഷതയും കൂടെ കണ്ടുപോയ വേദിയാണ്. അതുകൊണ്ട് ഇന്നും ഉപവാസമെടുക്കാൻ എനിക്ക് പ്രയാസമോ, ഉപവസിക്കാനോ അല്ലെങ്കിൽ പറയാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. നമ്മുടെ ദൈവമക്കളെ, പട്ടിണിയായാലും ശരി, കഷ്ടമായാലും യേശുവിന്റെ മാർഗത്തെ ഉയർത്തി കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വേലയാണ് നമ്മുടെ വേല. അതിനോട് സ്നേഹിച്ച, അതിനോടുകൂടെ സഹകരിച്ച പഴയ തലമുറകൾ, പഴയ വിശ്വാസികൾ, പഴയ അനുഭവമുള്ള ദൈവമക്കൾ ഉണ്ടായിരുന്നു. അവരാരും മാർഗം വിട്ടുപോയില്ല. അനേകർ തള്ളി ദൈവമക്കളെ നിന്ദിച്ചു, പരിഹസിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിന് വേണ്ടി പൊരുതി, ഈ മാർഗത്തിന് വേണ്ടി അവസാനിച്ച വേല ശുശ്രൂഷകര്, വിശ്വാസികളായ ദൈവമക്കൾ. അതുകൊണ്ടാണ് നമ്മുടെ വേലയെല്ലാം ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
ഒരു വാടക വീട് പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ ഇന്ന് നമുക്കെല്ലാം ദൈവം എല്ലാം തന്നിട്ടുണ്ട്. ദൈവമക്കൾക്കെല്ലാം ദൈവം സമൃദ്ധിയായി നൽകി. അതിന്റെ നന്ദിയാല് ദൈവവേദിക്കൊക്കെയും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്തെല്ലാം ഉയർച്ച ഉണ്ടായാലും എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായാലും എത്രമാത്രം ഉയർന്നു വന്നാലും ശരി, നമ്മുടെ ദൈവത്തെ, നമ്മുടെ ദൈവമാർക്കത്തെയും പഴയ ശുദ്ധന്മാരെയും നമ്മൾ ഓർക്കണം. പണ്ടത്തെ വഴി, പണ്ടത്തെ മാർഗം, പണ്ടത്തെ ആയിരിക്കുന്ന ജീവിതം, പണ്ടത്തെ ആയ ത്യാഗത്തിന്റെ ജീവിതം, ദൈവത്തിന് സ്തോത്രം, അതൊരിക്കലും മറക്കാതെ അതേപടി നമ്മൾ എന്ത് ചെയ്യണം? മുൻപോട്ട് പോകണം. പണ്ടത്തെ വഴികൾ, പണ്ടത്തെ ജീവിതം, പണ്ടത്തെ ആ സ്വഭാവം, പണ്ടത്തെ പ്രവൃത്തികൾ, ആ ത്യാഗത്തിന്റെ അനുഭവം കർത്താവിന്റെ വേലക്കാരും വിശ്വാസികളും മറക്കാതെ ഇനിയുള്ള കാലഘട്ടം മുഴുവനും ദൈവത്തോട് അധികമായി അടുക്കേണ്ട സമയമാണ്. എപ്പോഴാണ് കർത്താവ് വരവെന്ന് അറിയുന്നില്ല ദൈവമക്കളെ. സമയത്തും ഒരുക്കത്തോടെ കാത്തിരിക്കാം. നിങ്ങൾ വഴിയിൽ ചെന്ന് നല്ല വഴിയതെന്ന് പഴയ പാതകളിൽ നോക്കി ചോദിച്ച് അത് നടത്തി. എന്നാൽ നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. നമുക്ക് വിശ്രാമത്തിലേക്ക് പോകുവാൻ നമ്മൾ ഒരുക്കമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ പോയി വിശ്രമിക്കണമെങ്കിൽ എന്താണ്? ഒരു ഭക്തിയോട് ജീവിക്കുന്ന അനുഭവം വേണം. ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്രാമം നമ്മൾ കണ്ടെത്തണം. ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശ്രാമമായിരിക്കണം. കലക്കത്തിന്റെ വേദയല്ല, സമാധാനത്തിന്റെ വേദയാണ്. നമ്മുടെ കലക്കത്തോടെ ഇരിക്കരുത്. ഞാൻ ഒരിക്കലും പറഞ്ഞു തോന്നുന്നു, ഈ അടുത്തേക്ക് ഒരു അപ്പച്ചനെ അടക്കാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ചെറിയ സാക്ഷി പറഞ്ഞു. അമ്മച്ചേരി സാക്ഷി പറഞ്ഞു, മരുമോട് സാക്ഷി പറഞ്ഞു, കൊച്ചുമോട് സാക്ഷി പറഞ്ഞു. പറഞ്ഞ സാക്ഷി എന്നറിയാമോ? അപ്പച്ചൻ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മച്ചയെ വിളിച്ച്, ഭാര്യ വിളിച്ച് ക്ഷമ ഒഴിക്കും, മരുമോട് വിളിച്ച് ക്ഷമ ഒഴിക്കും, കൊച്ചുമോട് വിളിച്ച് ക്ഷമ ഒഴിക്കും. അപ്പൊ നമുക്ക് എന്നോട് എന്തിനാണ് ക്ഷമ ഒഴിക്കും? നമ്മളാരും വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ പപ്പ ഞങ്ങളെ ഒന്ന് വേദനിപ്പിക്കുന്ന വാക്കുപോലും പറഞ്ഞില്ലല്ലോ, എന്തിനാണ് ക്ഷമ ഒഴിക്കുന്നത് ചോദിക്കും. അല്ല മക്കളെ, ഒരു പക്ഷെ ഏതെങ്കിലും സംസാരത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ പപ്പ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മരിച്ചാൽ കർത്താവിനെ പോയില്ല. എന്തെങ്കിലും പറഞ്ഞു എല്ലാ ദിവസവും കൂടി ചെയ്യും. എല്ലാ ദിവസവും ഭാര്യയോടും മരുമോളോടും കൊച്ചുമോളോടും ക്ഷമ ഒഴിച്ച് കിടക്കും. അല്ലാതെ കൂടി കിടക്കത്തില്ല. അതാണ് ദൈവമക്കളെ, ആ മനുഷ്യൻ സത്യാശയോടുകൂടെ മരിച്ചു. അങ്ങനെയുള്ള ഒരുക്കുന്ന രാജ്യമാണ് ദൈവമക്കളെ സ്വർഗരാജ്യം. ഇതിനെല്ലാം പകയാണ്. അതിനെങ്കിലും കാണുമ്പോൾ വിരോധം ഉണ്ടെങ്കിൽ തീയും പെടൽ തിരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഒരുക്കുന്ന രോഗം അത് സ്വർഗം എന്തായിരിക്കും? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുചീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുചീകരണം കൂടാതെ ആദ്യ കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞുമനുഷ്യൻ സമാധാന പുരുഷനായി. അതുകൊണ്ടാണ് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഇടയായത്. അത് സത്യത്തിന് വിരോധമായി ചെന്നവരുണ്ടെങ്കിൽ ഗൗരവമായിരിക്കും. അതാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തോത്രം. സ്വഭാവങ്ങൾ, ആ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് വളരാം. ആ ദിവ്യ കർത്താവിന്റെ പ്രമാണിച്ച് നമുക്ക് നിലനിൽക്കാം. ദൈവത്തിന് സ്തോത്രം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ഭക്തന്റെ മരണം അതാണ്. ഭക്തന്മാർ മരിക്കുന്ന പോലും മരിക്കണം വലിയ ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. ഭക്തന്മാരുടെ മരണം ഭൂമിക്ക് വിലയേറിയതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു ഭക്തൻ പറയുമ്പോൾ ആരാണ് ഭക്തൻ? പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തൻ, ഉപവസിക്കുന്നവരാണ് ഭക്തൻ, ക്ഷമയുള്ളവരാണ് ഭക്തൻ, സ്നേഹമുള്ളവരാണ് ഭക്തൻ, ദൈവത്തെ വായിക്കുന്നവരാണ് ഭക്തൻ, ദൈവത്തെ ക്രമീകരിക്കുന്നവരാണ് ഭക്തൻ, എല്ലാവരോടും സമാധാനം ആചരിക്കുന്നവരാണ് ഭക്തൻ, കൈപ്പില്ലാതെ ജീവിതം ചെയ്യുന്നവരാണ് ഭക്തൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് മരുമോനെ വിളിച്ച്, മരുമോനാണോ ആരോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ വീട്ടിലുള്ള ടെലിവിഷൻ മാറ്റിക്കൊണ്ടു. അപ്പോൾ ആരോ സാക്ഷി പറഞ്ഞല്ലോ, എന്താ കാര്യം? അതിൽ കൂടെ എന്തെങ്കിലും പ്രേക്ഷകർ ഉണ്ടാകാം, അതിൽ കൂടെ എന്തെങ്കിലും അശുദ്ധി സംഭവിക്കാം, നമ്മുടെ വീട്ടിൽ ഒരിക്കലും പാടില്ല. ഇതൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്താണ്? വീട് ദൈവം നിശ്ചയമായി പരിശുദ്ധമായിരിക്കണം. വീട് എപ്പോഴും ശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. എറണാകുളത്ത് ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ ഭാര്യ, ഒരു കുടുംബം മക്കളുണ്ട്. അവരൊരു വിശ്വാസത്തിലാണ്. അവിടെ ഞാൻ എറണാകുളത്ത് സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂർപ്പണികയിൽ തന്നു. എനിക്ക് ഇന്നൊരു സാക്ഷി വേണം, ഡേറ്റ് ഇട്ട് തന്നു. സാക്ഷി വേണമെന്ന് മാത്രമല്ല പറഞ്ഞു, ഡേറ്റ് ഇട്ട് തന്നു. നോക്കിയപ്പോൾ ഇന്നത്തെ ഡേറ്റാണ്. ലാസ്റ്റിൽ അവർക്ക് ഡേറ്റ് സമയം കൊടുത്തു. ശരി, പറയാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സാക്ഷി പറയുന്നത്. അവിടെ മനസ്സ പറഞ്ഞത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. അപ്പോൾ എന്നാൽ തുടങ്ങിയപ്പോൾ പാട്ട് പാടി മലയാളമാണ്.
പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണം. ആ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ മലയാളം പാടാൻ അറിയാമല്ലോ. അവൾ സാക്ഷി പറയാനായിട്ട് ഇതുപോലെ ഹിന്ദി പറഞ്ഞു. യഹോവ ശക്തിമാൻ, ഒരൊറ്റ വാക്കും. കയ്യിൽ മയക്കുണ്ടായിരുന്നു. ദൈവം, ഞാൻ കുറേ ദിവസം മേശയുടെ ബാക്കിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ശക്തിമാൻ. ഇതുകൊണ്ട് സ്റ്റൂൾ വെച്ചിരുന്നു. ആ സ്റ്റൂളിനോട് മയക്കി വെച്ചു. താഴെ മരിച്ചു. ആ സഭായോഗം അടക്ക ശുശ്രൂഷയായിരുന്നു. താൻ ഒരു വാക്കും ഒരു തുള്ളി കണ്ണുനീരോട് തന്നെ കണ്ണിന്ന് വന്നില്ല. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ആ പലരും ചോദിച്ചു, നിന്റെ ഭാര്യ മനുഷ്യർക്ക് എനിക്ക് ദുഃഖമില്ലേ? ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എപ്പോഴും പറയും, ഞാൻ റെഡി, ഞാൻ റെഡി, നിങ്ങൾ റെഡി ആയിക്കോണം, ഞാൻ റെഡി, ഞാൻ പോകാൻ റെഡിയാണെന്ന് എപ്പോഴും പറയും. അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടിലെ ആ ഫ്ലോറിൽ അല്ലെങ്കിൽ ടൈലറ്റ് സരിച്ചിട്ടിരിക്കുന്ന വീട്ടില് ആ റൂമില് ഒരു ചോറ് വീണാലും കഴിക്കാം. അത്ര ബ്യൂട്ടിഫുൾ. കട്ടടൊക്കെ വന്നപോലെ എല്ലാം മുഴുവനും വിറ്റൊക്കെ ഒരു ഇല പോലും കണക്കിയല്ല. എപ്പോഴും തൂത്ത് തുടച്ചിരിക്കും. ഒരിക്കൽ ഭർത്താവ് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് പോകാൻ കാരണം? ഇല്ല, പാളയത്തിൽ നമ്മുടെ യേശു വരുമ്പോൾ അശുദ്ധി കാണാൻ പാടില്ല. പാളയം എപ്പോഴും ശുദ്ധമായിരിക്കണം. നമ്മുടെ വീട് എപ്പോഴും ശുദ്ധമായിരിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും ശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഇതാണ് ദൂത്. അങ്ങനെ ക്ലിയർ ആയിട്ട് എന്റെ ഭാര്യ പോയി. ഞാൻ എന്തിനാ ഭാര്യപ്പെടുന്നത്? എന്നെ കരയേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി കണ്ണുനീര് കൂടി വന്നില്ല. പുള്ളി അത് സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു ഭക്തന്റെ മരണം. ദൈവമക്കളെ, ജീവിതം കറക്റ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് കറക്റ്റ് ആയിരിക്കും, മിച്ചവും കറക്റ്റ് ആയിരിക്കും, വീടിനകവും ശുദ്ധമായിരിക്കും. ചിലർ അവിടെ കയറി കഴിഞ്ഞാൽ വലിച്ചു വാരി അവിടെ ഇട്ട് അവിടെ കുറച്ച് തുണി, എവിടെ തുണി കുറച്ച് തുണി, അവിടെ കിടക്കുന്ന തുണി എന്ന് വേണ്ട കേരളോട് ചെല്ലാതിരിക്കുന്നു. ക്ലിയർ ആണോ? കോമ്പൗണ്ട് ശുദ്ധമായിരിക്കും, മുറികളെല്ലാം ശുദ്ധമായിരിക്കും, നല്ല നീറ്റായിരിക്കും. അത് ജീവിതത്തിന്റെ അനുഭവം. അതാണ് പാളയം ശുദ്ധമായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ജീവിതം ശുദ്ധമായിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ പാർക്കുന്ന ഭവനവും ശുദ്ധമായിരിക്കണം. ആദ്യം എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഒരാൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ അപ്പോൾ ഫുഡ്സ് ഓടുകയാണോ? അല്ല. അപ്പോൾ അതിന് മുമ്പേ ആരെങ്കിലും വന്നിരിക്കാം ചിന്തിച്ച് എപ്പോഴും ശുദ്ധമാക്കിയിരിക്കണം. ഇതുപോലെയാണ് ദൈവമക്കളെ. അതുകൊണ്ട് പൗലോസ് പറയും, ദിവസേന ഞാൻ മരിക്കുന്നു, ദിവസേന ഞാൻ മരിക്കുന്നു. മരിപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ നിർമ്മലമാക്കിക്കൊണ്ട് ശുദ്ധഹൃദയത്തോടെ ജീവിക്കുന്ന ജീവിതമാണ് ആവശ്യം. ഇന്ന് രാവിലെയും കൂടെ സ്വന്തം പ്രാർത്ഥനയ്ക്ക് കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കണം. ഭക്തിയോട് ജീവിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ, ഇന്ന് ജയത്തോടെ ജീവിപ്പാൻ കർത്താവേ കൃപ എനിക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമെന്ന് ഇന്ന് രാവിലെയും കൂടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധത്തിന് വേണ്ടി ഒരു വാഞ്ച നമുക്ക് എപ്പോഴും വേണം. രാവിലെ തോറും നമ്മുടെ ദൈവം, രാത്രി തോറും വിശ്വസ്തതയും വർണ്ണിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തോടുകൂടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, സ്തോത്രം ചെയ്യുന്നെങ്കിൽ, ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, ആ നിർമ്മലമായ മനസ്സറിയുന്ന കർത്താവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്ഥലമൊരുക്കി യേശുവിലേക്ക് വരാൻ പോകുകയാണ്. ദൈവമക്കളെ, നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം, പ്രത്യാശയോട് കാത്തിരിക്കാം. നമുക്ക് പറയാം, ആദ്യ കർത്താവേ വേഗം വരണമേ നമുക്ക് പറയാം. ദൈവമക്കളെ, നമ്മുടെ സമയം പോയല്ലോ. രാത്രി ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. വന്നിരിക്കുന്ന എല്ലാവരും നിത്യരാജ്യത്തിൽ കാണപ്പെടുവാനായിട്ട് ഇടയായി ചേരട്ടെ. ഏത് സമയത്തും കർത്താവിന്റെ വരവായിരിക്കാം. ഈ പ്രിയപ്പെട്ട ദാസന് ലഭിച്ചതുപോലെ നല്ല ഒരു അവസാനം, നല്ലൊരു മരണം നമുക്ക് ലഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ശുശ്രൂഷ, എത്ര മഹത്വമായ അനുഭവമാണ്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പ്രത്യാശയോട് ജീവിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് സാക്ഷി പറഞ്ഞതുപോലെ, എന്താണ് പറയുന്നത്? അമ്മയ്ക്ക് സാക്ഷി പറഞ്ഞ അവരുടെ അപ്പത്തിന്റെ അടക്കത്തിൽ ഞാൻ പോയി. അമ്മയ്ക്ക് പറഞ്ഞ പോലെ അബോധാവസ്ഥയായ ആരും എന്റെ ശരീരത്തിൽ ഒരു മരുന്ന് എടുക്കരുത്. ആ അമ്മച്ചെടിയും അതുപോലെ മാനിക്കട്ടെ. അങ്ങനെ തീരുമാനമുള്ള ഒരു മാതാവോ പിതാവോ മക്കളോ ആരാകട്ടെ, അവർക്ക് തുണയായിരിക്കണം. നമ്മളെല്ലാവരും അവർക്ക് തുണയായിരിക്കണം. അവരൊരിക്കലും അവരുടെ വിശ്വാസം തെറ്റിച്ച് സ്നേഹം കാണിച്ചെടുത്തോണ്ട് പോകരുത്. അതൊക്കെ ദൈവം നിന്നെ ശിക്ഷിക്കുന്ന ദിവസം വരും. അതുവേണ്ട വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ അവസാനിക്കണം. അതാണ് എന്തിനാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്? എന്തിനാണ് കഷ്ടം സഹിക്കുന്നത്? നല്ലൊരു ഉയർച്ചെടുപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഉത്സാഹം കൈക്കൊള്ളാതെ ഏറ്റെടുക്കണം, കഷ്ടം സഹിക്കണം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള ഒരു ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവർ രണ്ടാമത്തെ അവകാശമില്ല. ദൈവമക്കളെ, ആ ഒന്നാം പുനരുത്ഥാനത്തിന്റെ ആദ്യ ഫലം ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന് പറയുന്ന സഭയുടെ തലയാണ്. തലയായി ക്രിസ്തു പോയിരിക്കുന്നത് ശരീരമാ സഭ.
അവിടെ ചേരണമെങ്കിൽ ആ തലയായ പരിശുദ്ധനായ കർത്താവിന്റെ അതേ പരിശുദ്ധതയിൽ, അതേ നിർമ്മലതയിൽ, അതേ നിഷ്കളങ്കതയിൽ, അതേ പ്രത്യാശയിൽ, അതേ വിശ്വാസത്തിൽ നിലനിൽക്കണം. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി യേശുവിനെ പറയുമ്പോൾ ബലഹീനമാണ് കേട്ടോ. മനുഷ്യ ബലഹീനമാണ്. ബലഹീനം എന്ന് പറയണ്ട, അതൊക്കെ ബലഹീനം നമുക്ക് വാക്കോടൊക്കെ പറയാം. പക്ഷേ നമ്മുടെ അവസ്ഥകളെ കർത്താവ് അറിയും. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിച്ചാലും മരിച്ചാലും യേശു എനിക്ക് മതി. ആ തീരുമാനം നമുക്ക് എടുക്കാം. എന്ത് വരട്ടെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാം. നമുക്ക് വേണ്ടി പാടുപെട്ട കർത്താവ്, കഷ്ടം സഹിച്ച കർത്താവ്, ക്രൂശമേറ്റ കർത്താവ്, ദൈവമക്കളെ ഭീകരമായ വിലയിൽ വേദനയോടുകൂടെ അവസാനിച്ച നമ്മുടെ കർത്താവിന്റെ മാർഗമല്ലേ ഈ പെന്തക്കോസ്ത് മാർഗം, അല്ലെ ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ വേദനയോ കഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മളെല്ലാം സഹിക്കണം. ദൈവമക്കളെ സഹിച്ചാൽ കൂടെ വാഴാം. സഹിച്ചാൽ കൂടെ വാഴാം. സഹിക്കുന്നില്ലെങ്കിൽ കൂടെ വാഴാൻ കഴിയുമോ? സഹിക്കുന്നെങ്കിൽ കൂടെ വാഴാം. വേദന സഹിക്കണം, നിന്ന സഹിക്കണം, പ്രതികൂലങ്ങളെ സഹിക്കണം. എല്ലാം ദൈവമക്കളെ സഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്ന ജീവിതം ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി യേശു വേഗം വരാൻ പോവുകയാണ്. ദൈവമക്കളെ നമുക്ക് കഷ്ടം സഹിക്കാം, എല്ലാ നിന്ദകളും സഹിക്കാം, ആക്ഷേപങ്ങൾ സഹിക്കാം, പരിഹാസങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ സഹിക്കാം. എന്ത് വരട്ടെ ദൈവമാർഗത്തിനെതിരായി. അതുകൊണ്ടാണ് ട്രാക്ടറായിട്ട് പോകുമ്പോൾ പലരും പരിഹസിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുള്ളത് സാക്ഷികത്തിന്റെ. അവിടെ വലിയ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് പോകും. നിശ്ചയമായും ദൈവമക്കളെ ദൈവം പ്രതിഫലം കൊടുത്ത് ആദരിക്കുന്ന ദിവസം വരാൻ പോവുകയാണ്. നമുക്ക് ആ പ്രതിഫലം പ്രാപിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കൃപയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ആ കർത്താവേ വേഗമെണ്ണമേ നമുക്ക് പറയാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാണ്. പ്രത്യാശയോടെ ചൊല്ലിടുക ആത്മാവിൽ ആശ്വാസത്തിനായി ഉണ്ടോ